ഹലോ എവരിവൺ, ഇത് ഡീസൽ ബുള്ളറ്റ് ടോറസ് അല്ല, ഗ്രീവ്സ് 325cc ആണ്. അപ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ആണ് ഇന്നത്തെ പരിപാടി. ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ഫിൽറ്ററിൻ്റെ ക്യാപ്പ് വരിക, ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ്. ഇതിൽ ഓൾറെഡി ഒരു കാസ്റ്റ് അലുമിനിയം വരിക, അത് ചേഞ്ച് ചെയ്ത് നമ്മൾ മെറ്റലിലേക്ക് മാറ്റുന്നുണ്ട്, ഇരുമ്പിലേക്ക്. കാസ്റ്റ് അലുമിനിയം ആകുമ്പോൾ അത് അഴിക്കുമ്പോഴൊക്കെ ത്രെഡ് പോകുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പ്രോപ്പറായിട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് അടിച്ച് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യും. പിന്നെ ഓയിൽ ഫിൽറ്റർ, ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ പരിപാടി. ഓയില് മാക്കിൻ്റെ ഡയമണ്ട് സീരീസ് 15W40 ഡീസലിന് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 1/200 ക്വാണ്ടിറ്റി വരിക, 1 ലിറ്ററും 200 ml. ഇതിപ്പോൾ 1.5 എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. ഇത് ബൈക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അധികം പറയാനുണ്ട്. ഡീസൽ പലർക്കും അറിയില്ല, ഇത് ഓടിക്കുന്നവർക്ക് അറിയാം, അവരോട്ട് വണ്ടി കൊടുക്കില്ല. അല്ലാതെ ഒരു പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുമ്പോഴേക്കും എൻ്റെ സൗണ്ട് ഇങ്ങനെ. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ടാങ്ക് സൈഡിൽ, സൈഡ് ബോക്സിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡീസൽ. അപ്പോൾ ഒന്ന് ചോദിക്കും പലരും, ഡീസലാ? അത് പലർക്കും അറിയില്ല. ഇതിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ്, നല്ല മൈലേജ് വരും. നമുക്ക് എന്തായാലും മൈലേജിൻ്റെ വീഡിയോ ഒരു ദിവസം ചെയ്യാം. പ്രോപ്പറായിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇത് സ്ലോ സ്പീഡ് എൻജിനാണ്, നല്ല ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് ഗിയറിൽ നമുക്ക് പയ്യെ പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ രസമാണ്. പിന്നെ സൗണ്ട് ഒരു വെറൈറ്റി സൗണ്ടാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിനു വേണ്ടി ടൂൾസായിട്ട് പ്ലെയർ, സ്പാൻഡ്, ഹാമർ, ഒരു അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡ്, അങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് പണി തുടങ്ങാം. മെക്കാനിക്കൽ വർക്ക് എന്തുണ്ടെങ്കിലും ഒരു ഗ്ലൗസ് യൂസ് ചെയ്ത് വളരെ നല്ലതാണ്. കൈ അവിടെ ഇവിടെ തട്ടി മുറിവാകുന്നതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഓയിൽ ചേഞ്ച് ഒക്കെ ആകുമ്പോൾ ഓയിലും അതിൻ്റെ ഗ്രീസിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കയ്യിലായി അഴുക്കാവാതിരിക്കാനും ഗ്ലൗസ് വളരെ നല്ലതാണ്. താഴെ നമ്മൾ മാറ്റ് വിരിച്ചിട്ടുണ്ട്, കാരണം എൻജിൻ്റെ ബോട്ടം സൈഡാണ് നമ്മൾ ഓയിൽ ഫിൽറ്ററും ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ബോൾട്ടൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും അതിന് താഴെ ഇരിക്കേണ്ടി വരും, ഇരിക്കാന്നല്ല കിടന്ന് അഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മേത്ത് ചിലവാതിരിക്കാനൊക്കെ ഈ മാറ്റ് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഡ്രൈനെറ്റിന് ഓപ്പോസിറ്റ് വരാം. ഈ കാണുന്നത് ഡ്രൈനെറ്റാണ്, ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ളത്. അതിന് ബാക്ക് സൈഡിലായിട്ട്, എഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വരിക. ഡ്രൈനെറ്റ് ശരിക്കും നമുക്ക് 16 mm സ്പാനർ വെച്ചിട്ട് അഴിക്കാൻ പറ്റും. ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഇതിന് ക്യാപ്പിലാണ് വരിക. കുറച്ച് റിസ്ക് അത് അഴിക്കാൻ, അതിനുള്ളിലിരിക്കുന്നത്. ആ എഞ്ചിൻ്റെ ശരിക്കും ബോട്ടം സൈഡിലാണ് അത് ഓയിൽ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അഴിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുന്നില്ല, അതാണ് നേരത്തെ കാണിച്ചത്. ഇതാണ് അഴിക്കുന്ന സാധനം. ഇനി അഴിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അത്. ഇനി നമുക്ക് ഡ്രെയിനിട്ട് അഴിക്കാം, എന്നിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഓയിൽ ഡ്രെയിൻ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കഴിഞ്ഞു. നേരത്തെ അത് ഫുള്ളായിരുന്നു, കൊണ്ടുപോയി ഒഴിച്ചു.
വീണ്ടും ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓയിൽ ഉറ്റി തീരുന്ന സമയം കൊണ്ട് നമുക്ക് ഫിൽറ്റർ അഴിക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഇത് ഫുള്ള് ഡ്രെയിനാവും. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് മൊത്തത്തിൽ അകത്തുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കാം നമുക്ക്. ക്യാപ്പ് അഴിഞ്ഞു പോകുന്നുണ്ട്. ഫിൽറ്റർ നമുക്ക് പ്ലയർ ഇട്ട് എടുക്കേണ്ടി വരും. ഇതാണ് പഴയ ക്യാപ്പ്. ഇത് അലുമിനിയം വരാ. ഇതിനുള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ടാവും. അത് ഫിൽറ്റർ ലോഡായി ഇരിക്കാൻ വേണ്ടിയിട്ട്, ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി കണ്ടാൽ അറിയാം, ഫുള്ള് വെട്ടിപ്പൊളിച്ചതിൻ്റെ പാട്. ഇത് റീപ്ലേസ് ചെയ്ത് നമുക്ക് പുതിയ മെറ്റലിൻ്റെ, ഇരുമ്പിൻ്റെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതഴിച്ച് ഫിൽറ്റർ അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ക്യാപ്പും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് നമ്മൾ പഴയത് അഴിച്ചെടുത്തത്, ഓയിൽ ഫിൽറ്റർ ക്യാപ്പും ഓയിൽ ഫിൽറ്ററും. ഇത് പുതിയ ഫിൽറ്റർ, അതിന് ക്യാപ്പിന് വേണ്ടിയുള്ള ഓറിങ്. ഇതിൽ ഓൾറെഡി ഓറിങ് ഉണ്ട് ഇതിൽ. ഇതാണ് പുതിയ ക്യാപ്പ്. ഇത് ഫുള്ള് ഇരുമ്പാ. അപ്പോൾ ത്രെഡ് പോവില്ല, അഴിക്കാൻ സുഖം. പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻ കേസ് ഓവർ ടൈറ്റ് ആവുകയാണെങ്കിൽ ചെറുതായിട്ട് തട്ടി അഴിക്കാനും പറ്റും. ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. പുതിയതിന് ഇഷ്യൂ വരില്ല. അതുകൊണ്ടാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി അത് സെറ്റ് ചെയ്യാം നമുക്ക്. ആക്ച്വലി ഇതിൻ്റെ സ്പാനർ മാറി. മുമ്പ് 16 ആയിരുന്നു, ഇപ്പോൾ അത് 19 ആയി. അങ്ങനെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, ക്യാപ്പും ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഡ്രൈനെട്ടും ടൈറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ഓയിലും പോന്നിട്ടുണ്ട് പുറത്തേക്ക്. ഇതിപ്പോൾ ഡ്രൈനെറ്റ് 16 mm, നമ്മുടെ ഓയിൽ ഫിൽറ്റർ 19 mm ആയിട്ടുണ്ട്. മുമ്പ് രണ്ടും സെയിം ആയിരുന്നു, രണ്ടും 16 ആയിരുന്നു. അത് ടൈറ്റ് ചെയ്തു. ഇനി ഓയിൽ ഒഴിക്കാം. ഓയിൽ ആക്ച്വലി നമ്മൾ ഈ വാൽവ് കവറിൻ്റെ ടോപ്പിക്കോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോയിൻ വെച്ച് റിമൂവ് ചെയ്യാം. അതാണ് ആ ക്യാപ്പ്. ഇതിൻ്റെ സീറ്റിങ് ഇങ്ങനെ. അപ്പോൾ കോയിൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അഴിക്കാൻ പറ്റും. സ്ക്രൂ ഡ്രൈവർ ഇട്ടാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ അതിലൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളൊരു ഓയിൽ ക്യാന് കട്ട് ചെയ്തിട്ട് ഒരു ഫണൽ പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഒഴിക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒഴിക്കാൻ പറ്റും.
ഈ 500 ml നമുക്ക് ഇതിൻ്റെ 200 ആക്കി ഒഴിക്കാം നമുക്ക്. എന്നിട്ട് 100 ml നമ്മൾ ഒഴിച്ചു. ഇനി 1 ലിറ്റർ പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ക്യാപ്പ് ടൈറ്റ് ചെയ്യാം. ക്യാപ്പ് ടൈറ്റ് ചെയ്തതിന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ചിങ് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ്. നമുക്കിതിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ഇടണം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റും കൂടി ചെയ്യണം. റിവ്യൂ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ മൈലേജ് കൂടി പറയണം. അപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിച്ചോളണമെന്നില്ല. അപ്പോൾ അതാണ് ആദ്യം മൈലേജ് ടെസ്റ്റ് വീഡിയോ കൂടി എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. ഇനി ഒന്ന് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തല്ലോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നോയ്സ് ആയിരിക്കും. ഞങ്ങളിതുകൊണ്ട് മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനലിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ അറിയാം വണ്ടി എത്ര കേപ്പബിളാണ് എന്നുള്ളത്. ഇത് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നവർ എന്തായാലും ഇത് കൊടുക്കാൻ വഴിയില്ല. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അങ്ങനെ പറയത്തക്ക അത്ര വലിയ പണികൾ വരില്ല ഇതിൽ. പിന്നെ കുറേയൊക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അത്രയും ലേബറും കുറയും, സുഖമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉദ്ദേശിച്ചത് ഈ വണ്ടിയുടെ ഒരു ഓയിൽ ചേഞ്ചും അതേപോലെ തന്നെ ആ ക്യാപ്പ് ചേഞ്ച് ചെയ്യണതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതേപോലെ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ബെല്ലൈക്കണൊക്കെ അമർത്തി കാത്തിരിക്കുക.